أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, SSFന്റെയും SBSന്റെയും പ്രിയകൂട്ടുകാരെ, പവിത്രമായ ഈ സാഹിത്യോത്സവ വേദിയിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അച്ചടക്കമുള്ള വിദ്യാർത്ഥി എന്നതിനെ കുറിച്ചാണ്. നാം എല്ലാം വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാർത്ഥി വെറും അറിവ് നേടിയാൽ മതിയാവുകയില്ല. അവന്റെ ചുരുങ്ങിയ വിദ്യാർത്ഥി ജീവിതത്തിൽ അവൻ നല്ല കാര്യങ്ങൾ ശീലിക്കണം. അധ്യാപകൻ പറയുന്നത് അനുസരിച്ച് അച്ചടക്കമുള്ളവനായിട്ട് വിദ്യാഭ്യാസം നേടിയാലേ അത് അർത്ഥപൂർണമാവുകയുള്ളൂ. ഈ വിദ്യാഭ്യാസം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് സമൂഹത്തിൽ ഒരു നല്ല പദവി, അതായത് ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയാണ് നാം വിദ്യാഭ്യാസം നേടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ ആദ്യപടി അച്ചടക്കം എന്നത് തന്നെയാണ്. നമുക്കറിയാം, മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു വേള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരു മുസ്ലിം നടന്നുപോയി. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ട ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, അങ്ങ് എന്തിനു വേണ്ടിയാണ് എഴുന്നേറ്റ് നിന്നത്? അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇതാ: ഞാനും നിങ്ങളും എന്താണ് ചിന്തിക്കേണ്ടത്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങി, ആ പോകുന്ന വ്യക്തിയാണ് നായക്ക് പ്രായപൂർത്തിയാകുന്നത് എപ്പോൾ എന്ന് പഠിപ്പിച്ചു തന്നത്. അച്ചടക്കത്തിന്റെ ആദ്യപടി മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് തന്നെയാണ്. ഇങ്ങനെ ബഹുമാനിച്ചും ആദരിച്ചും സ്ഥാപനത്തിന്റെ നിയമങ്ങളും നിയന്ത്രണവും പാലിച്ച് വിദ്യാഭ്യാസം നേടിയാലേ അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് ലോകത്ത് വിദ്യാഭ്യാസം നേടുന്നവർ ധാരാളമുണ്ട്. ഇതിൽ എത്ര പേർ പദവി നേടി? എവിടെയാണ് നമ്മുടെ അച്ചടക്കം മറഞ്ഞു കിടക്കുന്നത്? പ്രത്യേകിച്ച് ഈ നവയുഗത്തിൽ ക്യാമ്പസുകളിൽ അച്ചടക്കരാഹിത്യ പ്രവർത്തനങ്ങൾ പടർന്നു പന്തലിച്ചിരിക്കുന്നു. ക്യാമ്പസിൽ വ്യത്യസ്ത സാധനങ്ങളിൽ ലഹരി വിൽപ്പന ഏജന്റുമാർ വരെ വളർന്നു വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള അച്ചടക്കരാഹിത്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം കലാലയത്തിന്റെ നിയമത്തെയാണ് ഒരു വിദ്യാർത്ഥി കാറ്റിൽ പറത്തുന്നത്. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, അധ്യാപകൻ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ മാറി നിൽക്കുന്ന വിദ്യാർത്ഥി, ടീച്ചർ ക്ലാസിന്റെ അകത്തളത്തിലേക്ക് കയറി വന്നാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ജീവിതം നയിച്ച വിദ്യാർത്ഥികൾ. ഇന്നെവിടെയാണ് ഇതൊക്കെ കാണാൻ കഴിയുന്നത്? മാത്രമല്ല, ഇന്ന് ക്യാമ്പസുകളിൽ നിരവധി സംഘടനകളാണ്. ക്യാമ്പസിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ സമരം വിളിച്ചു നടത്തുന്ന ഇവരെ കണ്ടാൽ ഇവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിന്റെയൊക്കെ വിഞ്ഞാമ്പക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന്റെ ഇല്ലായ്മ തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നാശം വിതക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. മൊബൈൽ ഫോണുകൾ തീർത്ത വിനികൾ ഇന്ന് സുപരിചിതമാണ്. ഞാൻ അതിവിടെ സമർപ്പിക്കുന്നില്ല. സ്വന്തം ഉമ്മയുടെ ചിത്രമെടുത്ത് ക്ലാസ്സിൽ ബ്ലൂടൂത്ത് വഴി മറ്റ് മൊബൈലുകളിലേക്ക് കൈമാറുന്ന വിദ്യാർത്ഥി, ഇങ്ങനെയുള്ള അച്ചടക്കരാഹിത്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂട്ടം അഹങ്കാരികളാണ്. അഹങ്കാരം മാസത്തിലേക്കും നരകത്തിലേക്കുമുള്ള പാതാവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം വേണ്ടത് അച്ചടക്കമുള്ളവനായിട്ട് വിദ്യാഭ്യാസം നേടുക. അധ്യാപകൻ എന്തു പറയുന്നു അതിനെതിരെ പ്രവർത്തിക്കരുത്. നമുക്കറിയാം, ഇന്ന് സമരത്തിന്റെ പേരിൽ അധ്യാപകനെ ഗരാവോ ചെയ്യുന്നതും കലാലയത്തിന്റെ സമാധാന അന്തരീക്ഷം കെടുത്തി കളയുന്നതും ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളിൽ നിന്ന് നാം മാറി നിൽക്കണം. മാത്രമല്ല, ഇതിനെ ഉത്സാഹപ്പെടുത്തരുത്, നിരുത്സാഹപ്പെടുത്തണം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അച്ചടക്കമുള്ളവനായിട്ട് വിദ്യാഭ്യാസം നേടിയാലേ അത് നാം ആഗ്രഹിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന സുഖകരമായ ജീവിതം നമുക്ക് നുകരാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹപാഠികളോട് എനിക്ക് പറയാനുള്ളത്, നാം വേണ്ടത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFൽ പ്രവർത്തിക്കുകയും യൂണിറ്റുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. നാഥൻ തുണക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.